ഈ ഓണത്തിൽ സന്തോഷം നിറയട്ടെ ചാക്സൺ പ്രഷർ കുക്കറിനൊപ്പം 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. 4 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ഓരോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോഴും ഒരു 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലെ അടുത്ത ഐറ്റവുമായി എത്തുന്നത് നമ്മുടെ സ്വന്തം രജു ചേട്ടന്റെ ടീമാണ്. നല്ലൊരു കൈയടി കൊടുത്താം. ലെറ്റ്സ് വെൽക്കം ഷൈജു പുന്നപ്ര, മാളു ഗുരുവായൂർ ആൻഡ് രജു ചേട്ടൻ. വേറെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആദ്യം പെറു അല്ല ഫ്രാൻസ്. അതല്ല പറഞ്ഞത്, ഞാൻ ആദ്യം പ്രസവിക്കത്തുള്ളല്ല. ഞാനൊരു കാര്യം പറഞ്ഞ, നീ പ്രസവിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞാൻ പ്രസവിച്ചിരിക്കും. നിന്റെ വയറ്റിൽ വല്ല ടൈം പീസ് ഫിറ്റ് ചെയ്തിരിക്കണം. നിന്റെ വയറ്റില് സ്പ്രിംഗ് ആണ്, അത് കുഞ്ഞാണാ? നീ കൂടുതൽ സംസാരിക്കില്ലടി. എടി, ഞാൻ അധികം നിന്നോട് ദേഷ്യപ്പെടാത്തതേ, എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബെഡ് റെസ്റ്റ് വേണം, ബെഡ് റെസ്റ്റ് വേണം. അതുകൊണ്ടാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബെഡ് റെസ്റ്റ് ഇതാവൂല, നിന്റെ വായിക്ക് റെസ്റ്റ് ഇതായിരിക്കും. നീ കൂടുതൽ സംസാരിക്കണ്ടടി. എടി, സ്വന്തം ഭർത്താവ് പണി സൈറ്റിൽ നിന്ന് വീണ് കൈയും കാലും ഒടിഞ്ഞ് അവിടെ വീട്ടിൽ കിടന്നപ്പോ അതിന്റെ തലക്കലിൽ നിന്ന് നീ മേക്കപ്പ് ഇട്ടവളല്ലേടി? അതിന്റെ അമ്മയച്ഛനും പറഞ്ഞിട്ടുണ്ട്. അമ്മയച്ഛനും എന്താ പറഞ്ഞു? ഭർത്താവ് ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്ന ഭാര്യ വേണം മേക്കപ്പ് ചെയ്യാന്ന്. കൊള്ളാം, അമ്മയെ കൊള്ളാം, അച്ഛനും കൊള്ളാം, നിന്റെ വീട്ടുകാരെല്ലാം കൊള്ളാടി. എന്റെ വീട്ടുകാർ ഇനി പറഞ്ഞ അതിന് തനി കൊണറിയും. ഉള്ള കാര്യം പറയാം, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അധികം സംസാരിക്കരുത്, പ്രഷർ എടുക്കരുത്, സുഖപ്രസവം വേണം. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക. എന്റെ ഭർത്താവ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടടി സുഖപ്രസവം വേണം, അതുകൊണ്ടാണെങ്കിൽ അതുകൊണ്ട് നീ രക്ഷപ്പെട്ട് കേട്ടാടി. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ പ്രഷർ അടിക്കൽ വയ്യാണ്ടാവും. നല്ല രമേ, എന്റെ വയറ്റിലേ കുഞ്ഞാണാ അതോ മറ്റേ കളിക്കാർ ഫുട്ബോൾ കളിക്കാർ പിള്ളേരാണോന്ന് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. നിന്റെ വയറ്റിൽ കളിക്കാരായിരിക്കും, പക്ഷെ എന്റെ വയറ്റിൽ ഡോക്ടറാ. അത് നല്ലതാ, നിന്റെ മെന്റലിന് വീട്ടിലൊരു ഡോക്ടർ അത്യാവശ്യം. തുടങ്ങി ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് പകരം പ്രൈവറ്റ് ഹോസ്പിറ്റൽ മതി, ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞതാ. എടീ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ എന്താടി വ്യത്യാസം? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പൈസ കൊടുത്ത് വേദന അനുഭവിക്കുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാതെ നമ്മൾ വേദന അനുഭവിക്കുന്നു. പക്ഷെ ഈ 10 മാസം എന്നത് വലിയൊരു കണക്കല്ലേ? അതുള്ള കാര്യമാണ്. ഈ 10 മാസം എന്നുള്ള ചുരുക്കി 2 മാസം കൊണ്ട് തീർക്കാവുന്ന കേസുള്ളൂ. അത് നടക്കത്തില്ലടി, അത് നടക്കത്തില്ല. കാരണം നമ്മുടെ പിള്ളേർ വലുതായി വരുമ്പോ അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയണം, എടാ 10 മാസം ഞാൻ നിന്നെ നൊന്താടാ പറ്റിയെന്ന്. ആ 10 മാസത്തിന്റെ പഞ്ച് 2 മാസത്തിന് കിട്ടത്തില്ല, മനസ്സിലായോ? നീ കൂടുതൽ സംസാരിക്കണ്ട. എന്റെ ഭർത്താവ് വരുന്നോണ്ടാ ഞാൻ. അതെ അതെ, എന്റെ ഭർത്താവ് കൊണ്ട് പറ്റി ശരിയാക്കി തരണ്ടേ. വരട്ടെടി. My daddy, my super daddy. Cause ID, CID, തരി പോലുമില്ല പേടി. ഉണ്ടാ പേടിയുണ്ടാ, കളി ഡാഡിയോട് വേണ്ട. മതിയാ? ഓക്കെ അല്ലേ? വെള്ളം കൂടി ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ. ഭക്ഷണം കഴിച്ച് 2 വയറ് വയറ് നിറഞ്ഞല്ലോ. തന്നെ എല്ലാവരും പറയണത്. അതല്ലേ പറഞ്ഞത്, ഭക്ഷണം കഴിച്ചിട്ട് 2 വയറ് നിറഞ്ഞല്ലോ എന്ന്. ഇത് വീടല്ല, ഹോസ്പിറ്റലാണ്. ശ്രദ്ധിച്ചും ഒച്ച വെക്കാതെ കിടന്നോണം, മനസ്സിലായല്ലോ? അല്ല പിന്നെ ഞാനിപ്പോ വരാം. എന്തുവാടി ഇവിടെ ശല്യം കൊണ്ട് എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ കിടക്കണമെന്ന് ആര് പറഞ്ഞു? ഇവിടെ ശല്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്റെ പൊന്നെ, എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടി, നിന്നെ കെട്ടിക്കൊണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ നീയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടാ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, അവളെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല, അവളെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചേട്ടൻ അവളെയും കൂടി കല്യാണം കഴിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞതാ, ഞാനിപ്പോ ഗർഭിണിയാ, പരിഗണന എനിക്ക് തരണം. അതാ ഞാൻ ഒരു പരിഗണന തരുന്നില്ലേ? അവിടെ മാത്രം പരിഗണന കൊടുത്താ പോരെ, എനിക്ക് വേണം. ഇതേ ഫുട്ബോൾ വിഴുങ്ങിയതല്ല, ഇതും നിങ്ങളെ കുഞ്ഞ് തന്നെ, എനിക്കും വേണം പരിഗണന. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുവാ? നീ വീട്ടിൽ വന്ന് നിൽക്കാൻ കാരണം അവളാ. ഞാൻ വീട്ടിൽ വന്ന് നിൽക്കാൻ കാരണം അവളാണെങ്കിലും ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം നിങ്ങളാ. ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് ആരോഗ്യത്തോടെ പ്രസവിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? ആരോഗ്യത്തിന്റെ കാര്യം പറയുമ്പോഴാ നിനക്ക് ആപ്പിള് വേണോ? എനിക്ക് വേണ്ടടി. എനിക്ക് വേണം.
കണ്ട ചേട്ടാ, ഞാൻ എപ്പോ തിന്നാലും കയ്യിലുള്ള അപ്പങ്ങൾ കാണിക്കും വൃത്തിയുണ്ടാവള്. എന്റെ പൊന്നു മനുഷ്യ, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടിയെ വയറ്റിലിട്ടോണ്ട് ഞാൻ എന്തോരം സഹിക്കുന്നുണ്ടെന്നറിയാവോ? അയ്യോ ശ്രദ്ധിക്കല്ലേ. നിങ്ങളുടെ കുട്ടീനെ വയറ്റിലിട്ട് ഞാൻ എന്തോരം ഛർദ്ദിക്കുന്നു അറിയോ? നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ രണ്ടുപേരും എന്റെ തലേ വന്നുകൊണ്ട് ഞാൻ എന്തോരം സഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ? എടി ഞാനൊരു കാര്യം പറഞ്ഞു. നീ ഇവിടെ ഇരുന്നെടി. എടി നമ്മൾ 3 പേരെന്തായാലും നമ്മൾ സെറ്റാണല്ലോ. ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ ഈ പ്രസവ സമയത്ത് ഇങ്ങനെ വിഷമങ്ങളും വഴക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നെഗറ്റീവായി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാം. ഓക്കെ അല്ലേ? നിന്റെ കുഞ്ഞ് വലുതാകുമ്പോ നിനക്ക് ആരാക്കണമെന്ന് ആഗ്രഹം? എന്റെ നേരത്തെ ആഗ്രഹം ഡോക്ടർ ആക്കണം. നല്ല നിന്റെയോ? എനിക്ക് നമുക്ക് കളക്ടർ ആക്കിയാൽ മതി. അടിപൊളി. അതിനുള്ള ബുദ്ധിയൊന്നും ആ കൊച്ചിന് കാണത്തില്ലടി. അതിനുള്ള ബുദ്ധിയൊന്നും ആ കൊച്ചിന് കാണത്തില്ല. അതെന്താടി? എന്റെ അല്ലേ കൊച്ച് അങ്ങനെ ബുദ്ധി വരാനാ? അവളങ്ങനെ പലതും പറയും. ആ നേഴ്സ് വന്ന് പറഞ്ഞു ബ്ലഡ് കൊടുക്കണം ഓ പോസിറ്റീവ്. ഞാൻ ഇന്നലെ കൊടുത്തു. ആരെന്ന് കൊടുത്തു? എന്റെ ബ്ലഡ് കൊടുത്തു. ചേട്ടാ നിങ്ങൾ ബ്ലഡ് ഓ നെഗറ്റീവ് അല്ലേ? അതിന് ഞാൻ 2 കുപ്പി കൊടുത്തിട്ടുണ്ടെന്ന്. അതെന്തിനു 2 കൊടുത്തേ? വിദ്യാഭ്യാസം ഒന്നും ഇല്ലേ? 2 നെഗറ്റീവ് ചേർന്നാൽ പോസിറ്റീവ് ആകും. അതല്ല അവൾ ഇങ്ങനെ പറഞ്ഞത്. മനുഷ്യ നിങ്ങൾ എക്കോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തോ? ഇന്നലെ ഞാൻ അത് ചെയ്തു. എന്നിട്ട് നേഴ്സ് പറഞ്ഞല്ലോ ചെയ്തില്ലെന്ന്. അത് നേഴ്സ് കാണാഞ്ഞിട്ടാ. ആ ഡോക്ടറിന്റെ മുറി ചെന്ന് എല്ലാ മൂലയിലും ചെന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ എക്കോ ടെസ്റ്റ് ചെയ്ത് ഇതിൽ കൂടുതൽ എക്കോ ടെസ്റ്റ് ചെയ്ത് എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നു മോശം തോൽവി ഇങ്ങ് വന്നേ. എനിക്ക് സിസേറിയൻ വേണ്ട, നോർമൽ ഡെലിവറി മതി. നോർമൽ ഡെലിവറി മതി. എടി അതിങ്ങനെയൊന്നും ഈ ഗർഭിണിയായിട്ട് വീട്ടിൽ കയറുന്നിട്ടൊന്നും കാര്യമില്ല. ഗർഭ സമയത്ത് നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം. ഞാൻ വീട്ടിൽ പണി ചെയ്യുന്നുണ്ടല്ലോ. ആണോ? അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അലക്കുന്ന ആരടി? വാഷിംഗ് മെഷീൻ. അരയ്ക്കുന്നതോ? അത് ഗ്രൈൻഡർ. മീൻ വെട്ടുന്നതോ? അത് ചേട്ടൻ. അത് ഞാനാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്നെ പ്രസവിച്ച എന്റെ അമ്മ ഭയങ്കര അധ്വാനിയായിരുന്നു. എന്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ട് എവിടെയാണെന്നറിയോ? എവിടെയാ? കിണറ്റിലായിരുന്നു. കിണറ്റിൽ പ്രസവിക്കാൻ നിങ്ങൾ എന്താ മാത്രമായിരുന്നാ? മാത്രമായിട്ടല്ലടി. എന്റെ അമ്മ ഒരു ദിവസം ഇങ്ങനെ വെള്ളം കോരാൻ വേണ്ടി കിണറ്റിങ്കര ചെന്നു. കിണറ്റിങ്കര ചെല്ലുവല്ല എന്റെ അമ്മയ്ക്ക് പ്രസവ വേദന. എന്റെ അമ്മ അയ്യോ എന്നും പറഞ്ഞേ കിണറ്റിലോട്ട് ഒറ്റ വീഴ്ച. ആ വീഴ്ചയില് ആ വെള്ളത്തിലോട്ട് ഞാനും പ്രസവിച്ചങ്ങ് വീണ്. അപ്പൊ തന്നെ അമ്മ എന്ത് ചെയ്ത് ആ തൊട്ടി എടുത്തിട്ട് എന്നെ എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് മേലോട്ട് കയറ്റി വിട്ടിട്ട് കൂടിയെന്നൂരോട് പറഞ്ഞ് എടാ എന്റെ കൊച്ചാ വരുന്നത് വെള്ളമല്ല, അവൻ നനഞ്ഞിരിക്കുക, അവനെ ഉണക്കാൻ പറഞ്ഞു. പക്ഷെ അവന്മാരെന്നെ പറ്റിച്ചു കളഞ്ഞടി. അവന്മാർ എന്നെ കൊണ്ട് വെരുത്ത് വെച്ചെന്ന്. ആ സൂര്യന്റെ അൾട്രാവയലറ്റ് അടിച്ച് ഞാൻ അങ്ങ് കറുത്തുപോയി. പക്ഷെ മരത്തിന്റെ തള്ളി വെച്ചിരുന്ന വെളുക്കുമായിരുന്നല്ലേ ചേട്ടൻ? എന്നിട്ട് വേണം എന്നെ കാക്കതൂറ് നശിപ്പിക്കാൻ. പോടി അവിടെ നിന്ന്. പിന്നെ നിന്നോട് ഞാൻ ആ ലേബർ റൂമിലോട്ട് ചെല്ലാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു. അയ്യോ എനിക്ക് പേടിയാ ചേട്ടാ. എടി നിന്നോട് സിംഹത്തിന്റെ മടലോട്ട് ചെല്ലാനല്ല പറഞ്ഞത്, ലേബർ റൂമിലോട്ട് കയറി. എനിക്ക് പേടിയോ പ്ലീസ്, എനിക്ക് പേടിയോ. അയ്യോ ഈ പേടി ആ രാത്രി 12 മണിക്ക് കാണിച്ചിരുന്നു ഇവിടെ നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. അല്ല പിന്നെ ഞാൻ എന്നാ പറയാനാ? എന്നോടാണോ? നിന്നോടല്ല അവളോടാ പറഞ്ഞത്. ആണോ? ആ ചേട്ടാ ആ ചേട്ടാ എന്താടി ചേട്ടാ ഇങ്ങനെ കൊഞ്ചല്ലേ? ഈ കൊഞ്ചന്റെ പേരിൽ ഇവിടെ വന്നിരിക്കുന്നു, മനസ്സിലാക്കണം നീ അത്. എനിക്ക് ബാത്റൂമിൽ പോണം. ബാത്റൂമിൽ പോണോ? എനിക്ക് ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം. ചേട്ടാ ഓ എന്താടി ഒരു സെക്കൻഡ് തുടങ്ങി. എന്താടി? എനിക്ക് ബാത്റൂമിൽ പോണം. ദൈവമേ നിങ്ങൾ എന്തെല്ലാം ഒരുമിച്ച് ഒരു കാര്യം ജീവായിണിക്ക് രണ്ടാമത്തേതാ? ഇത് രണ്ടാമത്തേത് ആദ്യം പറഞ്ഞു. ആദ്യത്തെ ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ. ചേട്ടാ ഞാനല്ലേ ആദ്യം ബാത്റൂമിൽ പോകാൻ വിളിച്ചത്? അത് അവക്ക് ബാത്റൂം എന്നെയല്ലേ ആദ്യം കൊണ്ടുപോകേണ്ടത്? ഇപ്പൊ എന്റെ കൂടെ അല്ലേ നിക്കണേ? അപ്പൊ എന്നില്ല കൊണ്ടുപോണ്ടത്? ഞാനല്ലേ ആദ്യം വിളിച്ചത്? എന്റെ കൂടെ നിൽക്കുമ്പോ എന്നെ കൊണ്ടുപോകണം കേട്ടോ. ആദ്യമല്ലേ എന്നെ മിണ്ടാടുന്ന നീ. ഒരു കാര്യം ചെയ്തേ, ഈ കൈയും കൊണ്ടുവന്നേ അവിടെ ബാത്റൂം രണ്ടും കൂടെ പോക്കേ. അല്ല അപ്പൊ നിങ്ങക്ക് ഞങ്ങളെ നോക്കാൻ പറ്റില്ല എന്നല്ലേ? എടീ സുമേ, രമേ ചാടി പറയാൻ ആരെങ്കിലും പറഞ്ഞു? അയ്യോ ആദ്യം എനിക്ക് പ്രസവിക്കണേ, ആദ്യം എനിക്ക് പ്രസവിക്കണേ. ആദ്യം എനിക്ക് പ്രസവിക്കണേ. പ്രസവിക്കണോടി ആദ്യം. ആദ്യം എനിക്ക്
പ്രസവിക്കണ്ട ചേട്ടാ. എന്റെ പൊന്നെ, നിങ്ങൾ ഇങ്ങനെ നടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ആദ്യം അവസാനമൊക്കെ ദൈവമാണ് തരുന്നത്, അത് മനസ്സിലാക്കണം നിങ്ങൾ. ദൈവമൊന്നല്ല, നിങ്ങളുടെ അമ്മയാ. എന്റെ അമ്മയാ? എന്റെ അമ്മ എന്ത് ചെയ്തു? നിങ്ങളെ അമ്മ കുറച്ചു നേരത്തെ വന്നിട്ട് പറഞ്ഞേ, ആദ്യം പ്രസവിക്കണത് ആരാണോ അവർക്കാണ് നമ്മള് സ്വത്ത് മുഴുവൻ. അത് ഞാൻ ദൈവമേ, ആ ബോംബ് തള്ള ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യമില്ല. ആര് ദൈവം തന്നെ നമ്മൾ സ്വീകരിക്കും? അല്ല, അമ്മ അഗ്രിമെന്റ് ഒക്കെ എഴുതിട്ട് വന്നത് ആദ്യം ഞാൻ പ്രസവിച്ചു. സമ്മതിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നിനക്ക് സ്വത്ത് കിട്ടിയാലും നിനക്ക് സ്വത്ത് കിട്ടില്ല, നമ്മക്കല്ലേ? ആര് പറഞ്ഞു? എനിക്ക് കിട്ടിയ നമുക്കും നമ്മളെ കുഞ്ഞിനും, അവൾ കിട്ടിയ അവളുടെ. എന്തായാലും എനിക്ക് ആദ്യം പ്രസവിക്കണം. ഡോക്ടർ തന്നത് എനിക്കാണ്. നിനക്ക് ഒന്നും തന്നില്ലേ? ഇല്ല, എനിക്ക് ആദ്യം പ്രസവിക്കണം. ചുമ്മാ വന്നെടുക്ക, അവർക്ക് ആയിട്ടില്ല. ഡോക്ടറെ, എന്റെ ഭാര്യമാര് പ്രസവിക്കാൻ വന്നെന്ന്. സുധാകരൻ ഉണ്ടോ അവിടെ? ഉണ്ട്. സുമ പ്രസവിച്ചു. സുമ പ്രസവിച്ചാ? ആൺകുട്ടാണ്. സന്തോഷം. സുധാകരൻ, രമ പ്രസവിച്ചു. ആൺകൊച്ചാണ്. ആൺകൊച്ചാണ്. ദൈവമേ നന്ദി. പിന്നെ ഡോക്ടർക്ക് ഡൗട്ട്. എന്തോ? ഇവര് രണ്ടുപേരിൽ ആരാ ആദ്യം പ്രസവിച്ചേ? രണ്ടുപേരും ഒരേ സമയം പ്രസവിച്ചത്. ഒരേ സമയം പ്രസവിച്ചല്ലേ? എന്റെ ദൈവമേ നന്ദി. ഇവർക്ക് സ്വത്തിന് വേണ്ടിയുള്ള പ്രസവമായിരുന്നു. പക്ഷെ എനിക്കെന്താ, നമ്മുടെ കയ്യിലോട്ട് വരുന്ന കുട്ടിയല്ലേ നമുക്ക് സ്വത്ത്. എന്തായാലും ദൈവം എനിക്ക് ഈ 2 ഇരട്ടക്കുട്ടികൾ വേണമെന്നായിരുന്നു. ദൈവം അത് തന്ന് സന്തോഷമായി. ഒരു ഗോൾഡൻ മഞ്ഞെങ്കിലും തരണം വേണ്ടി. ദൈവമേ. ചേച്ചി സ്കിറ്റിന്റെ തുടക്കം പറയണ്ടായി, വയറ്റില് കുട്ടികൾ കിടന്ന് ഫുട്ബോൾ കളിക്കുന്നത് പോലെ ഉണ്ടെന്ന്. പക്ഷെ അത് കണ്ടിട്ട് ഒരു 4 ഫുട്ബോൾ ഒരുമിച്ച് വെച്ച് കെട്ടിയത് പോലെ ഉണ്ട്. എന്തായാലും സ്കിറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കാര്യക്കാരെടുത്ത് ചോദിക്കാം. നസീർക്ക. ഷൈജു ആൻറ്റി, കുഴപ്പമില്ലായിരുന്നു. കാര്യം ഒരു ലേബർ റൂം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് സന്തോഷത്തിൻ്റെ ഒരു ഏരിയയാണ്, അതേപോലെ തന്നെ ഓപ്പോസിറ്റും ഉണ്ട്, സങ്കടത്തിൻ്റെ ഒരു ഏരിയയാണ്. കാര്യം പ്രസവിച്ച് കുഞ്ഞ് വരിക, അതിനെ കാണുക എന്നുള്ളതൊരു സന്തോഷം. ആ പ്രസവിക്കാൻ കയറുന്ന അമ്മയ്ക്ക് ഒന്നും വരുത്തരുതേ, കുഞ്ഞിനൊന്നും വരുത്തരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയും ഒരു ടെൻഷനും വേറെ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചേർന്ന ഒരു ഏരിയയാണ് അതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമുക്ക് ചിരിക്കാനുള്ള ഏരിയകളൊക്കെ നിങ്ങൾ ഒതുക്കി തന്നു. നല്ലൊരു കണ്ടൻ്റ് ആയിരുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ചകളോ പാകപ്പിഴകളോ വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭാഗത്ത് അല്ലേ? അത് ഫീൽ ചെയ്തായിരുന്നു നമുക്ക്. അതൊരു കൺഫ്യൂഷൻ അവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും നിങ്ങൾ നല്ല രസമായിട്ട് ചെയ്ത് കണ്ടൻറ്റിൻ്റെ ഒരു ബലം തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ലേബർ റൂം ഒരുപാട് കണ്ടിട്ടുണ്ട്. ലേബർ റൂമും വരുമ്പം തന്നെ ഒരുപാട് ചിരിക്കാനുണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓഡിയൻസും ഒക്കെ ഇരിക്കുന്നത്. അത് നിങ്ങളായിട്ട് അത് കുറച്ചില്ല, നന്നായിരുന്നു. 3 പേരും അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഷൈജു, രാജ്മോൻ, മാളു, 3 പേരും ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. 3 പേരും നല്ല രസമായിട്ട്, അതായത് നിങ്ങൾ 3 പേരും ഇതിൽ നന്നായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ ഈ സ്കിറ്റ് വേറെ വഴിക്ക് പോകാൻ. എല്ലാ കൗണ്ടറുകൾക്കും നല്ലൊരു കൈഡിയാണ്. എല്ലാം നല്ല ഉഗ്രം കൗണ്ടറുകളാണ്. പിന്നെ ഞാൻ എടുത്തു പറയുന്നത്, ഇപ്പം മാളുവായാലും രാജ്മോനായാലും റജിമോനായാലും ഈ പറയുന്നത് പോലെ എന്താണ്, ഒരു ഗർഭിണി എങ്ങനെയാണ് നിൽക്കുന്ന അവരുടെ ഒരു അവസ്ഥ, അവരുടെ സംസാരിക്കുമ്പോൾ അവരുടെ കിതപ്പ്, പിന്നെ അവരുടെ പ്രശ്നങ്ങൾ എല്ലാം പറയുന്നുണ്ട്. ഈ നമ്മുടെ ആദ്യത്തെ കാര്യം പറയുന്നുണ്ട്, ഫുട്ബോളിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, കൊച്ചു വയറ്റിൽ കിടന്ന് തൊഴിക്കുമ്പോൾ ഉള്ള അങ്ങനത്തുള്ള പദപ്രയോഗങ്ങളൊക്കെ നല്ല രസമായിട്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഷൈജു വന്നിട്ട് തുടക്കം മുതലുള്ള എനർജി ഉണ്ട്, അത് ഉഗ്രനായിട്ട് അവസാനം വരെ ഷൈജു ഇത് കീപ്പ് ചെയ്തു കേട്ടോ. നല്ല നെടും തൂണായിട്ട് നിന്ന് കളിച്ചു എന്നുള്ള ഈ 2 ത്രെഡ് ഉണ്ടല്ലോ, അതായത് 2 ഭാര്യമാരെന്ന് പറയുന്നൊരു സാധനം, അത് കുറച്ച് കഴിഞ്ഞ് വന്ന തുടക്കത്തിൽ വന്നിട്ട് ആ ചോറെടുത്തിട്ട് 2 പേർക്ക് സ്പൂണിൽ കൊടുക്കുന്ന ഒരു സാധനം, അത് ഉഗ്രൻ ടൈമിംഗ് ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ള ടൈമിംഗ് ആയിരുന്നു. അങ്ങനെ നമുക്ക് ചിരിക്കാനുള്ള ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തു. 3 പേരും നല്ല രസമായിട്ട് തകർത്ത് അഭിനയിച്ചൊരു സ്കിറ്റാണ്. 3 പേർക്ക് വളരെ സ്റ്റഡി. താങ്ക് യു ചേട്ടാ. ഷാജി ചേട്ടാ, ഒരു വേദന, അതായത് പ്രസവ വേദനയിൽ നിന്നും ഏറ്റവും നല്ല തമാശകൾ കണ്ടെത്തിയ ഒരു സ്കിറ്റായിരുന്നു. നല്ല രസകരമായിട്ടത് നിങ്ങൾ ക്ലൈമാക്സ് വരെ ഏറ്റവും മനോഹരമായിട്ട് അത് ചെയ്യുകയും ഈ പറയുന്ന ഫസ്റ്റിൽ തന്നെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം
2 മാസം എന്ന് പറയുന്നതിൽ ഒരു പഞ്ചില്ല. ഒരു മിനിമം 10 മാസം ഞാൻ പ്രസവിച്ച് പറ്റാണ്. എല്ലാവരും പറയുന്നൊരു വാക്കാണല്ലോ. അപ്പോൾ ആ പറയുന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര രസമായിട്ട് അത് പ്രസൻറ്റ് ചെയ്തു. കുറേ ഹ്യൂമറുകളുണ്ടായിരുന്നു. നമുക്ക് ഒരെണ്ണം ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്ലേ ഭയങ്കര രസമായിരുന്നു. ഈ പറയുന്ന ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും അത്. പക്ഷേ നല്ല രസമുള്ള സ്കിറ്റായിരുന്നു. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലും നമ്മളെ വ്യത്യാസം അതൊക്കെ ഭയങ്കര രസം. കുറേ ഉണ്ട്. നമ്മളെല്ലാവരും ചിരിച്ചു എന്നുള്ളതാണ്. എല്ലാവരും ചിരിച്ചിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. ഭയങ്കര മനോഹരമായിട്ടുള്ള സ്കിറ്റായിരുന്നു. അടിപൊളി. ഷൈജു 3 നന്നായി. നല്ല കമന്റ് കിട്ടി. ഇടയിൽ ഒന്ന് നൈസിലെ പറയണ്ടായി ഒരു ഗോൾഡൻ പഞ്ച് അടിച്ചാൽ മതിയായിരുന്നു. അടിക്കുമെന്ന് നമുക്ക് നോക്കാം. നസീർക്ക് എടുത്ത് ആദ്യം ചോദിക്കാം. ഞാനൊരു 13,000 രൂപ. 13,000 പ്രചോദേട്ടാ. ഞാനും കുറയ്ക്കുന്നില്ല. ഞാനൊരു 13,000. 13,000. അപ്പൊ 26,000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. ഷാജു ചേട്ടൻ എന്താ വെച്ചിട്ടുണ്ട് കയ്യിൽ? ബാക്കിയുള്ള ഇതാ ഞാൻ തരുന്നു. 55,000 രൂപയാണ് ഈ സ്കിറ്റ് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല. ആ ഒരു ഗോൾഡൻ പഞ്ച് തൽക്കാലം നമുക്ക് അടുത്ത സ്കിറ്റിലേക്ക് മാറ്റി വെക്കുന്നതായി കമ്പനി അറിയിക്കുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയില് അടുത്ത സ്കിറ്റുമായി എത്തുന്നത് നമ്മുടെ 3 പ്രോമിസിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. നല്ലൊരു കൈഡി കൊടുത്ത് അവരെ ഞാൻ വിളിക്കാം. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മനോജ് വലഞ്ചോയി. മനോജേട്ടൻ, ഒപ്പം കൊച്ചു പ്രദീപേട്ടൻ, ആൻസുമ ചേച്ചി. എന്തുവാ നീ കാണിച്ചത് ബദല് കാണിച്ചാടി. ഞാൻ എന്തോ കാണിച്ചെന്ന് വിചാരിച്ചാ നിങ്ങൾ കാണിച്ചത്? എന്താ കാണിച്ചത്? വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ. ആര് പറഞ്ഞു? പന്തലുകാരി വിളിക്കുന്നത്. അങ്ങോട്ട് ചെന്നേ. പന്തലുകാരി വിളിക്കുന്നത്. എനിക്ക് വയ്യ, പനക്കൊണ്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് വയ്യ. എങ്ങനെ സാധിക്കുന്നെന്ന് എനിക്കറിയാൻ വയ്യ. കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായി. എന്നാ കൊച്ചിനെ പറ്റി ഉള്ള വല്ല വിചാരം ഇങ്ങേർക്കുണ്ടോ? 2 ദിവസമേ കുഞ്ഞിനെ പറ്റിയുള്ള കാര്യം ചിന്തിക്കാൻ എന്നെ കൊണ്ടാവുമോ? അതിന് നിങ്ങളെ കൊണ്ട് എന്തോ ആകും? ചുമ്മാ കഴിക്കുക, ക്ഷീണം, ഉറക്കം, കഴിക്കുക, ക്ഷീണം, ഉറക്കം. ഇതല്ലാതെ നിങ്ങളെ കൊണ്ട് എന്താ സാധിക്കും? നിങ്ങളെ കൊണ്ട് എന്താ സാധിക്കുന്ന? ഞാൻ അതിന് വേണ്ടി കുഞ്ഞിന് വേണ്ടി ഞാൻ അങ്ങോട്ട് അലഞ്ഞിട്ട് ഇത്രയും വരെ ഒപ്പിച്ച് വെച്ചില്ല. അത് കൂടുതൽ തന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അയ്യ, നാണമില്ലല്ലോ പറയാനേ. അത് എന്റെ മിടുക്കൊണ്ടാ ഞാൻ ഇത്രയും ഇതുവരെ ഈ കാര്യങ്ങൾ എത്തിച്ചത്. അല്ലാതെ നിങ്ങൾക്ക് മിടുക്കൊണ്ടായിട്ടല്ല. എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുത്. ആൾക്കാരെ കൺഫ്യൂഷൻ അടിപ്പിക്കാതെ കാര്യം പറയുന്നത് എന്തോന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരേ ഒരു മോടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായി. അടുക്കള കാണൽ എന്ന് പറയുന്നൊരു ചടങ്ങുണ്ടോ? ചിലർ അന്നേ ദിവസം കാണും, ചിലർ പിറ്റേന്ന് കാണും. ഇങ്ങനെ ഒരു തന്തയായിട്ട് ഇയാൾക്ക് എന്തേലും ഒരു കൂസലുണ്ടോ നോക്കി. എങ്ങനെ സാധിക്കുന്നേ? നിങ്ങൾക്ക് ഇങ്ങനെ നടുവ് നിവർത്തി ചുമ്മാ കാല് നീട്ടി കിടക്കാൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട്? എന്നെ ശല്യം ചെയ്ത് ഞാനിപ്പോ ഡൽഹിയിൽ ആഗ്രഹം നിൽക്കുക. ആഗ്രഹോ? കാലിന് താജ്മഹലിന്റെ മകുടം പോലെ കാലിന് കൂടെ കാണി. നീ വന്ന് കണ്ടോ വന്ന് സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും കിടക്കുമല്ലേ, ക്ഷീണമല്ലയോ? വല്ലതും കഴിച്ചേച്ച് കിടക്കും. ഞാൻ നല്ല 1-ാം തരം കപ്പയും പുഴുങ്ങി, കാന്താരി ചമ്മന്തി, മുളകിട്ട മീൻകറി ഉണ്ടാക്കി വെച്ചേക്കുന്നു. ചെല്ല്. പറ്റിക്കുക? അല്ല, കറി തന്നെ കൊണ്ട് ചെല്ല്. നീ പറ്റിച്ചല്ല, നീ അത് പറഞ്ഞു പറ്റിച്ചേ. അല്ലല്ല, സത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെല്ല്. പറ്റിച്ചത് അല്ലെന്ന്. നല്ല 1-ാം തരം കപ്പ, കാന്താരി ചമ്മന്തി, മുളകിട്ട മീൻകറി. ഓ, ചുമ്മാ പറഞ്ഞ കൊതി വരുന്നു. ചവിട്ട് വായിക്കാൻ കണ്ടി. ഇല്ല, എനിക്കത്തില്ല. എനിക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹം കാണാനും താജ്മഹലിന്റെ മകുടം കാണാനും. ഞാൻ എണീക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എണീക്കത്തില്ല. എനിക്ക് മാത്രമല്ലല്ലോ ഉത്തരവാദിത്തം. നിങ്ങളൊരു തന്തയില്ലയോ? തന്ത മാറാനാ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? എന്തെങ്കിലും കൊടുക്കണോ? ഒരു അലമാരി, ഒരു വാഷിംഗ് മെഷീൻ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കണോ? നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടോ? ഇതൊക്കെ ഭയങ്കര വിലയാണ്. ഇതൊക്കെ കൂടെ ഇത് ആരാണ് ഈ ചടങ്ങുണ്ടാക്കി വെച്ചേക്കുന്നത്? അടുക്കള കാണാൻ പോണെന്ന് പറഞ്ഞോണ്ട്. ആരാ ചടങ്ങെന്നോ? പെണ്ണ് കാണാൻ വന്നപ്പോ, എന്റെ മോളെ പെണ്ണ് കാണാൻ വന്നപ്പോ അവര് നയാ പൈസ വേണ്ടാന്ന് പറഞ്ഞതാ. ഇങ്ങനെ ഒറ്റ അഹങ്കാരം കൊണ്ട് അങ്ങോട്ട് കയറി പറഞ്ഞു 1 ലക്ഷം രൂപ 20 പവന് തരാന്ന്. എന്നിട്ടോ നമ്മുടെ ഒറ്റ മോളെ അവർക്ക് ഒരു കുറച്ചിലും പേരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചാടി കയറി പറഞ്ഞത്. എന്നിട്ട് പൈസ എങ്ങനെ നിങ്ങൾ കൊടുത്തത്? ഞാൻ പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രമാണം
പണയം വെച്ചിട്ട് കുറച്ച് ബാങ്കിൽ കൊണ്ടുപോയി പ്രമാണം പണയം വെച്ച് ആരോട് ചോദിച്ചിട്ട് എന്തിനാ അങ്ങനെ ചെയ്തത്? ബാങ്കിൽ കൊണ്ട് പ്രമാണം പണയം വെക്കാത്ത ബാങ്കിൽ കൊണ്ട് ഞാൻ പ്രണാമം വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ലോൺ കിട്ടുമോടി? ലോൺ കൊണ്ട് എന്റെ കുഞ്ഞിന് ഒരു കുറച്ചിലും വരലെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തത്, അറിയോ? നാണം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അത് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഊണും ഉറക്കവും ഇല്ലാതെ എനിക്ക് തന്ന വസ്തുവും വകകളുമാ നിങ്ങൾ കൊണ്ടുപോയി ബാങ്കിനകത്തോട്ട് വെച്ചത്. എന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. ഊണ് ഉറക്കണമെങ്കിൽ ഭാസ്കരൻ എന്നല്ല തസ്കരൻ എന്ന് വേണം അവനെ വിളിക്കാനെ. അങ്ങനെ പറയുന്നത് എന്റെ അച്ഛൻ ഊണ് ഉറക്കമെങ്കിൽ മോട്ടിച്ച് കട്ടുമല്ലോ അത്രയും പൈസ ഉണ്ടാക്കിയത്. നിങ്ങൾ എന്തോ പറയുന്നത്? എന്റെ അച്ഛൻ കള്ളനാന്നോ? അയ്യോ എന്റെ ദൈവമേ, ഇതുപോലെ നല്ല തങ്കപ്പെട്ടൊരു സ്വഭാവമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. നല്ല സ്വഭാവമുള്ള ആള്, നല്ല വിവരം ബോധം ഉണ്ടോ ഇതിന്റെ അച്ഛൻ? കശുവട്ടി എടുത്ത് അടുപ്പിലിട്ടപ്പോ ചീറ്റി ഇപ്പം കുട്ടി പോകാൻ പാത്രം പറഞ്ഞിട്ട് ചാടിയല്ലേ, 4 കാലം പറഞ്ഞ് ചാടിയല്ലേ നിന്റെ എന്റെ കുഞ്ഞിന് എന്ത് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കല്യാണം കഴിച്ച് 2 വർഷമായി ഇപ്പൊ അടുക്കള കാണാൻ അങ്ങോട്ട് പോയില്ല. എന്തൊരു കാര്യം ചെയ്യും, ഈ ഒരു കാര്യം ചെയ്യും. അവർക്ക് അത്ര നിർബന്ധമാണെങ്കിലേ നമ്മുടെ കൊച്ചിന്റെ അമ്മായിമോട് പറ അടുക്കള എന്തൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ, നമുക്ക് വീട്ടിൽ അടുക്കള കാണാം. ചെലവ് ലാഭിക്കാനാണോ? ചെലവ് ലാഭിക്കാം. ഇതിന്റെ ബദൽ ഞാനൊന്ന് അങ്ങോട്ട് പറയട്ടെ. നിങ്ങളെ എനിക്ക് നേരിട്ട് ചീത്ത വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാട്സാപ്പിനകത്തോട്ട് 2-3 തെറി ഞാൻ അങ്ങോട്ട് അയച്ചു തരട്ടെ? ഇല്ല. സദ്യ നടന്നുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്തോ ആ ചെറുക്കന്റെ അമ്മാവനോട് ചുമ്മാ കയറി ഉടക്കിയത്? നല്ല ഒന്നാന്തരമുള്ള മനുഷ്യൻ, നല്ല സ്വഭാവമുള്ള മനുഷ്യൻ, അതായത് ഉദ്യോഗക്കാരനായിരുന്നു. ആരെന്ത് എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡൊക്കെ വെള്ളക്കാർഡ് മഞ്ഞക്കാർഡ് ചുമന്നാടൊക്കെ ആക്കി കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. മാജിക്കാരനല്ല, സപ്ലൈക്കോയിലെ ജീവനക്കാരനായിരുന്നു അയാൾ. ചപ്പളക്കോ ഞാൻ അടിച്ചാ പൊട്ടിക്കാനായിരുന്നു. ഞാൻ ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ അവൻ എന്നോട് വന്ന് എന്നോട് ചോദിക്കുക അളിയ ബാക്കി എങ്ങനെയാന്ന്. ഞാൻ വലിയ ഗമേ പറഞ്ഞു, ഇനിയിപ്പോ പ്രഥമനകത്ത് ബോൾ കിട്ടി എവിടെ കപ്പലിന്റെ പ്രൊഫൈൽ കറക്കുന്ന ഒരു കൈകൊണ്ട് കറക്കിട്ട് അടിച്ചു പഠിക്കണം പറയുമ്പോൾ അയാൾ പറയാം സദ്യയുടെ കാര്യമല്ല സ്ത്രീധനത്തിന്റെ ബാക്കി പൈസ എപ്പോഴാണ് തരുന്നതെന്ന് ചോദിച്ചു. എനിക്കങ്ങ് കലിച്ചു കയറി. ഞാനാണെങ്കിൽ ഇച്ചിരി അച്ചാറെടുത്ത് അവന്റെ കണ്ണിലും തേച്ചു, മുരിങ്ങക്കോലെടുത്ത് അവന്റെ മൂക്കിലടിച്ച് കയറ്റി, ചോറ് ഉരുട്ടി അവന്റെ വായു വെച്ച് അടച്ചിട്ട്, പപ്പടം പൊടിച്ചെടുത്ത് അവന്റെ ചെവിയിൽ അടച്ചിട്ട് അവന്റെ നെഞ്ചത്ത് എഴുതി വെച്ച് ഊണ് റെഡിയെന്ന് അറിയോ. അങ്ങനെ ഞാൻ കൈ കൊണ്ട് കിട്ടിയത്. അന്നേരം ഞാൻ എടുത്തിട്ട് ഇലയുടെ കൊണ്ട് തേടുന്നത് അവനെ പട്ടി നോക്കി കൊന്നേനായിരുന്നു അവനെ. ഇതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അമ്മാവനോട് പറഞ്ഞത്, എന്റെ അമ്മാവൻ അന്നും കിടന്ന് ഓടുക. നിങ്ങൾക്ക് എപ്പോഴും പുച്ഛമാണല്ലോ ആ മനുഷ്യനെ. ആ കല്യാണത്തിനൊന്നും അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ആ മനുഷ്യന് വയ്യായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി. കല്യാണ സദ്യയുടെ ആ സദ്യാലയത്തിന്റെ ഒരു ഷട്ടർ തുറക്കുമ്പോൾ അമ്മാൻ അങ്ങോട്ട് ഓടും, ഇങ്ങനെ ഷട്ടർ തുറക്കുമ്പോൾ അമ്മാൻ ഇങ്ങോട്ട് ഓടും. അങ്ങനെ ഒരു കാര്യം ചെയ്തു, ഒറ്റ ബെഞ്ചിലിരുന്ന് 3 ഇല അങ്ങനെ തിന്നു തീർത്തത്. എനിക്ക് നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്ന നേരമില്ല, ഞാൻ അടുക്കളയിലോട്ട് പോവാം. അടുക്കളയിൽ പോയി പാത്രത്തിന് അങ്ങനെ കൈ ഇടുവാണെങ്കിൽ ഞാൻ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ തീക്കനെടുത്ത് ഞാൻ നിങ്ങളുടെ വയറ്റിൽ കുത്തും. ഞാൻ കുത്തും. നാരായണ ദാമോദര ഹരിഹരാത്മജ കുമാരക്കുറുപ്പ് സുജ, എന്റെ മരുമോള അവിടുത്തെ സുജ. ആ സുജയുടെ അമ്മാവനാ ഞാൻ. വേണു കെട്ടേക്കണ വേണു, യാതൊരു ചൂടും ചുക്രാന്തി ഇല്ലാത്തൊരു ചെറുക്കൻ. കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടാ മതിയോ? അതിനൊരുപാട് ചടങ്ങുകളില്ലേ? ഈ കൊച്ചെന്നെ വിളിച്ചു പറഞ്ഞു കല്യാണം കഴിച്ചിട്ട് 2 ദിവസമായി അവിടെ അടുക്കള കാണാൻ പോകണം. ഞാൻ പറഞ്ഞു എനിക്കറിയാം മോളെ, എനിക്കറിയാം, അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് മോളൊന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും അമ്മാവനേറ്റു. ഞാൻ പറഞ്ഞു അവരോട് അടുക്കളയിലെ എല്ലാ സാധനങ്ങളും മാറ്റിക്കോ, ക്ലീൻ ആക്കിയിട്ടോ. ഒരു അടുക്കളയിലേക്ക് എൻ്റെ കൊച്ചിനെ പെരുമാറാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് അവിടെ ഞാൻ എത്തിക്കും. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഫ്രിഡ്ജ് മേടിക്കാം, പക്ഷെ അവിടെ ഫ്രിഡ്ജുണ്ട്. TV മേടിക്കാം, അതുണ്ട്. അപ്പോഴാണ് അടുക്കളയിലെ സാധനങ്ങൾ അങ്ങനെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അരച്ച് കലക്കി പറയും, കാച്ചിക്കുറുക്കി സംസാരിക്കുന്ന ഒരു കുറിയ മനുഷ്യനാണ് ഞാൻ. അയ്യോ, അറിഞ്ഞോണ്ടല്ല, തിരിച്ചു വീക്കരുത്. ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിൽ അവിടെ നിർത്തേണ്ടത്. ഇപ്പൊ ഞാൻ എടുക്കില്ല. ഇവൻ എന്നെ മേടിച്ചേക്കണേന്നുള്ളത് എനിക്കൊന്ന് അറിയണം. ഇവനൊന്നും മേടിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ സാധനം എടുത്തുകൊണ്ടിരുമ്പോ ഇവന്റെ ചമ്മ്യ മോന്ത കണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് കയ്യടിക്കണേ. ഒന്നടിച്ചേ. ഈ ഒരു കയ്യടി അവിടെ കിട്ടണേ. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അവനെ നമുക്ക് ചമ്മിക്കണം. സുജേ. അയ്യോ, അമ്മാവനായിരുന്നോ? പിന്നെ നീ എന്നാ വിചാരിച്ച സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന ചേട്ടാ പാൽക്കുപ്പിയാന്നോ? അല്ല, അമ്മാവനല്ലേ എന്ന് ചോദിച്ചതാ. അമ്മാവനല്ലേ? ഈ അമ്മാവനായിട്ട് വരാനാണല്ലോ അവൻ എന്നോട് പറഞ്ഞത്. അല്ല, അമ്മാവൻ തന്നെ. ഞാൻ അത്ഭുതത്തോടൊന്ന് ചോദിച്ചു പോയത് എന്റെ പൊന്നമ്മാവാ. എന്നിട്ട് നിന്റെ മുഖത്തെന്താടി ഒരു ബ്രിഞ്ചാളിപ്പ്? എങ്ങനെ ബ്രിഞ്ചാളിക്കാതിരിക്കും? ഇവിടുത്തെ ആടെ സ്വഭാവം അറിയാമല്ലോ. അനക്കം എന്ന് പറയുന്ന സാധനമില്ല അയാൾക്ക്. ഉത്തരവാദിത്വം ഇല്ലാത്തതിന്റെ കൂടാണവൻ. അന്നേ ഞാൻ പറഞ്ഞു, എനിക്കന്ന് ഇവനെ മാത്രം മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവന്റെ മോന്ത കണ്ടപ്പോ എനിക്ക് തോന്നി ഇവനെന്തോ വൈക്ലപ്പോ മാനിയ ഉണ്ട്. അതുകൊണ്ടാണ് ഇവൻ എങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം കാണിക്കണത്. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞാലും
അവരത് വകവെക്കില്ല. കാരണം ഞാൻ പറയുന്ന ഈ ജീവിത വീക്ഷണത്തിന്റെ മൂലച്യുതികളിൽപ്പെട്ട് ഉഴറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഘടനാ മനോഭാവം സങ്കുചിതമായിട്ട് ഇവൻ എന്നോട് സഹകരിക്കുന്നില്ല. അതാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം വന്ന് ഈ കശ്മലന്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് നിന്നെ ഈ ജീവിത ചക്രത്തിൽ നിന്നും രക്ഷിക്കാനാണ് ഈ വലിയൊരു ശകടത്തിൽ ഇത്രയും ഗൃഹോപകരണ മേള ഏതെടുത്താലും 155 സാധനങ്ങളുമായിട്ട് ഞാൻ നിന്റെ മുമ്പിൽ വന്നത്. അപ്പോൾ നിന്റെ ഈ സമ്മതിദാന അവകാശം അമ്മാവിന് രേഖപ്പെടുത്തുക. എന്തോ ഈ പറയുന്നത്? ദൈവമേ, പഞ്ചായത്ത് ഇലക്ഷൻ ഒറ്റ വോട്ടിന് തോറ്റേന്റെ ആ ഭ്രാന്ത് മാറിയിട്ടില്ലേ? ഒറ്റ വോട്ടല്ലേ കിട്ടിയുള്ളായിരുന്നു? അത് ഞാനല്ലേ ചെയ്ത കള്ളോട്ട് ചെയ്തത്. അതിന് കള്ളോട്ട് ചെയ്തത് എനിക്ക് വോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് വിശ്വസിക്കണുള്ളാന്ന്. വേണു ഏട്ടാ, ഇങ്ങോട്ട് വന്നേ. ഞാൻ വരത്തില്ല. എന്തുവാ നീ വേലക്കാരെ വിളിക്കുന്ന പോലെ എന്നെ വിളിച്ചേ. പട്ടിയാട്ടം കൂടെ ഞാൻ വിളിക്കണോ? ഇങ്ങോട്ട് വരാന്. ആരാ വന്നു നോക്കാം? ആരാ വന്നു നോക്കാന്? എന്ത് സെറ്റിയിൽ വെച്ച് നീ അമ്മയ്ക്ക് കൊല്ലാൻ നോക്കണ്ട. നമ്മൾ സംസാരിക്കുന്നു സോഫ സെറ്റ് നേരിച്ച് എപ്പോ വന്നു? അമ്മാവൻ വന്നിട്ട് 68 കൊല്ലം എന്ന് പറയാൻ വരുമായിരിക്കും. 3 മിനിറ്റ് ആയുള്ളൂ. പോടാ, നീ ഇതടിക്കൂന്ന് എനിക്കറിയാം. എന്റെ പൊന്നമ്മാവ അതും ഇതും പറഞ്ഞോണ്ടിരിക്കാതെ കൊച്ചിന്റെ കാര്യം എന്തെങ്കിലും സംസാരിക്കാൻ നോക്ക്. കല്യാണമോ എങ്ങനെങ്കിലും ഒക്കെ നടത്തി. കല്യാണത്തിന്റെ അന്ന് ഇയാളെന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? കല്യാണം എങ്ങനെയാ നടത്തിയതോ? ഇവ കല്യാണത്തിന്റെ അന്ന് എന്തായിരുന്നു ഇവന്റെ കോലം? എന്താ കാണിച്ചത്? അമ്മാവൻ കല്യാണത്തിന് എന്താ കാണിച്ചെന്നോ? നിങ്ങൾ കള്ളും കുടിച്ചിട്ട് കയ്യിൽ പോലും ഇല്ലാതെ ആ വാഴത്തോട്ടത്തിൽ കിടന്നപ്പം അമ്മാവൻ ആ കൊച്ചിന്റെ കൈ പിടിച്ചു കൊടുത്തത്. ആ പെണ്ണിന്റെ അച്ഛന്റെ കൈ പിടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോ നിനക്ക് കയ്യിലില്ലാണ്ട് അവിടെ കിടക്കുമല്ലായിരുന്നു. എനിക്കെല്ലാ ആചാരങ്ങളും മര്യാദകളും ഒക്കെ അറിയാം. നിങ്ങൾ മാറിയിരുന്നു. നേരെ 2 കൈയും വെച്ചു. അപ്പൊ കരയോഗം പ്രസിഡന്റ് എന്നാ പറഞ്ഞെന്നറിയാമോ? ഈ പെണ്ണിന്റെ കൈ പിടിക്കുന്നുണ്ടെങ്കിൽ ദാമോദര നാരായണായ നരസിംഹായ പേരിനായിരുന്നു. നേരത്തെ തന്നെ തന്നല്ലേ പറഞ്ഞു. അങ്ങോട്ട് പറയങ്ങോട്ട്. ഉറുപ്പിനേട്ടം മാത്രം കൈ പിടിച്ച് കൊടുത്താൽ മതിയെന്ന് പേര് പറഞ്ഞാൽ ഭജൻസ് പാടിയതാണ്. വലിയ മിടുക്കണമെന്നല്ലോ കല്യാണം നടത്താൻ. കരയോഗത്തിന്റെ വലിയ ആളാന്നല്ലോ. അതെ. നിങ്ങൾക്കൊരു മോളുണ്ടായിരുന്നു. അവളെന്തിയെ? വിജയലക്ഷ്മി. അവളെന്തിയാണ്? അവള് ബംഗാളി ഗവർണറാണ്. അല്ല, പിന്നെ വീട്ടില് കയ്യാല പണിക്ക് വന്ന ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി പോയതാ. ഭയങ്കര മിടുക്കാന്ന് പറയാനില്ലയോ? എന്റെ കൊച്ചിന് അന്തസ്സായിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടത്. ബംഗാളിയോട് ഒളിച്ചോടി പോയി മോള് ഒടുവിൽ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നിങ്ങളുടെ വാടാ ബംഗാളി പോയി മോളെ തിരക്കാരെന്ന് പറഞ്ഞു. ഞങ്ങൾ ബംഗാളി പോയി ഈ കൊച്ചിനെ കാണാഞ്ഞിട്ട് ഇയാൾ കരേണ്ടതിന് പകരം ഇയാൾ ട്രെയിനിൽ കയറിയിട്ട് ഇയാൾ ബിരിയാണി വേണം, ഇയാൾക്ക് വട വേണം, ഏത്തപ്പഴം വേണം, ഇതെല്ലാം തിന്നോട്ട് ഇയാൾ ബംഗാളി ചെന്ന് ആ പെണ്ണിന്റെ വീട് തപ്പിയെടുക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാമോ? ഒടുവിൽ കണ്ടുപിടിച്ചു. ആ കൊച്ചി തിരിച്ചു വരുവാന്ന് പറഞ്ഞു. നിങ്ങൾ സ്വീകരിക്കുമോ? തിരിച്ചു വന്നോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അവനോട് പറയണം അമ്മായിച്ചിനെ കയറി ബായി എന്ന് വിളിക്കാൻ നിൽക്കരുതെന്ന് പറയണം. എന്തോ ചെയ്യണമോ? പോണ്ടായോ? എന്തെങ്കിലും മേടിക്കണ്ടായോ? എല്ലാം അമ്മാവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മക്കളൊന്നും പേടിക്കണ്ട. നീ എന്തോ ഉണ്ടാക്കി? നീ എന്താ കൊണ്ടുവന്നേക്കണ? നീ ഞാൻ എന്റെ കൊച്ചിനെ എന്തെങ്കിലും കൊടുത്താലോ? നിങ്ങൾ എന്റെ കൊച്ചിനെ എന്തോ കൊണ്ടുവന്നേക്കുന്നത്? ഞാൻ കൊണ്ടുവന്നേക്കണ നീ ഞെട്ടും. എന്തോ കൊണ്ടുവന്നേക്കുന്നത്? ആ ഞാൻ വണ്ടി ഞാൻ എടുത്തോണ്ടിരാം. കണ്ടോ കണ്ടോ, ഇത്രയും നേരം നിങ്ങൾക്ക് പുച്ഛമല്ലായിരുന്നോ? ആ മനുഷ്യനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ അടുപ്പിക്കുമായിരുന്നോ? എന്റെ വീട്ടുകാരെ കണ്ടൂടാ, അമ്മാവനെ ഒട്ടും കണ്ടൂടാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? തന്തായിട്ട് നിങ്ങൾ ഒരു സ്പൂണെങ്കിലും മേടിച്ചോ മനുഷ്യ. കണ്ടതോട് ഇരിക്കണ്ട. ഉടുപ്പ് മാറാനാണോ? പെട്ടെന്ന് മാറിട്ടോ, നമുക്ക് 2 പേർക്ക് മാത്രം പോയാൽ മതി. ഉടുപ്പ് മാറാനല്ല. പിന്നെ ഞാന് ഒന്ന് കൊണ്ടുവന്നു പറഞ്ഞപ്പോ നിങ്ങള് ഒരു വീട്ടിലേക്ക് പെരുമാറാനുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുക്കർ അടുത്ത ആഴ്ച തവി ഇഷ്ടം പോലെ, ഒരു അടുക്കള നിറയും. കേട്ടോ, ഇതെന്തായാലും ഇത് മേടിച്ചോണ്ട് വന്നത്? ഇതെന്തോ എടുക്കാനാ ഇത്? എനിക്ക് പറ്റിയ സൈസല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങൾ പറ. ഒരു കാര്യം ചെയ്യ്, അമ്മാവനും മോളും കൊണ്ടു ഒരുങ്ങ. പെണ്ണിന്റെ വീട്ടിൽ പോകാനാണോ? പെണ്ണിന്റെ വീട്ടിൽ പോകാനല്ല, നമ്മുടെ പരിപ്പുറത്ത് പോയിട്ട് കഞ്ഞി കറി കളിക്കാൻ. പാടി വെച്ച് നമുക്ക് പോയി കഞ്ഞി കറി കളിക്കാം. എനിക്ക് പോണ വീട്ടിൽ നിന്ന് പഠിച്ചതിനെ കീറും എടുത്തോണ്ട് പോ. ഇങ്ങനൊരു ട്വിസ്റ്റ് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും സ്കിറ്റിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. നസീറിക്ക. മനോജേ, സുമി, പ്രദീപേ, നല്ല ഒരു സാധനമായിരുന്നു അത്. അതായത് മോളെ കെട്ടിച്ചു വിട്ട വീട്ടിലേക്ക് അടുക്കള കാണാൻ പോകുക എന്ന് പറഞ്ഞൊരു ചടങ്ങുള്ളതാണല്ലോ. ആ ചടങ്ങിന് പോകാൻ താല്പര്യം ഇല്ലാതിരിക്കുന്ന ഒരു അച്ഛൻ, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന അമ്മാവൻ, പോകാനായിട്ട് ധൃതി കാണിക്കുന്ന വൈഫ്. കണ്ടന്റ് നല്ല രസമുള്ള സാധനമാണ്. നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സാധനമായിരുന്നു. പക്ഷേ നിങ്ങൾ നല്ലപോലെ ചെയ്തെടുത്തില്ല. മൊത്തം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു കൗണ്ടർ പോലും നമുക്കൊന്ന് മനസ്സിൽ കയറ്റി വെക്കാനായിട്ട് അവിടുന്ന് കിട്ടിയില്ല. സാധാരണ മനോജിൻ്റെ പ്രദീപ സുമിയൊക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു 3-4 എവിടെയെങ്കിലുമൊക്കെ ഒന്നുമില്ലെങ്കിലും കാണും. പക്ഷേ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോയി എന്നേ പറയാനുള്ളൂ. നമുക്ക് കാര്യങ്ങൾ മാത്രം പോരാ, കൗണ്ടറും കൂടെ വേണം. അടുത്ത പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിക്കുക എന്നല്ല, ഉണ്ടാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
ചേട്ടാ ഈ പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. കാര്യം നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങളങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. എൻ്റെ ഹ്യൂമർ വളരെയധികം കുറഞ്ഞു പോയി. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം. എല്ലാം ഭംഗിയാക്കുക. അടുത്തതിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. പ്രതിഭയെ പൊളിക്കുക. തീർച്ചയായിട്ടും ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഷാജി ചേട്ടാ, നിങ്ങളെ ഓരോരുത്തരുടെ എൻട്രിയും ഒരുപാട് പ്രതീക്ഷകളോടെ ഇരിക്കുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ നമുക്ക് പോരാ, ഹ്യൂമർ പോരാന്ന് തോന്നും ഓരോ സീക്വൻസിലും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് ആയിട്ടും ബാക്കിയെല്ലാം ഒട്ടും എവിടെയും ലാഗ് വരാതെ ഒട്ടും ഗ്യാപ്പില്ലാതെ നിങ്ങൾ പെർഫോം ചെയ്യുന്നു. ഭയങ്കര സ്പീഡിൽ എവിടെയും ഡ്രോപ്പ് ചെയ്യുക ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ഹ്യൂമറാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ഓരോ പടത്തിൽ ഓരോ സ്റ്റാർസും എൻട്രി ചെയ്യണ പോലെ നിങ്ങൾ 3 പേരും ഓരോരുത്തരായിട്ട് എൻട്രി ചെയ്യുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത് അത്രത്തോളം ഏറ്റവും നല്ല സ്കിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത തവണ ഗംഭീരമാകും. നമ്മൾ വീണ്ടും നിങ്ങളെ ഇതുപോലെ കാത്തിരിക്കും. താങ്ക് യു. താങ്ക് യു ചേട്ടാ. പ്രജോ ചേട്ടാ, എത്ര മാർക്ക് കൊടുക്കാം? ഞാൻ ഒരു 4000 രൂപ. 4000. ഓക്കെ. ഇക്കയോ? ഞാനും 4000. 4000. അപ്പൊ 8000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഷാജി ചേട്ടൻ റിവീൽ ചെയ്യും. നമുക്ക് തിരിഞ്ഞു നോക്കാം. ബാക്കി ഞാൻ തരാം. 12,000 രൂപയാണ് ഈ നേടിയിരിക്കുന്നത്. അടുത്ത തവണ വരുമ്പോഴത്തേക്കും നമ്മുടെ കാര്യക്കാർ പറഞ്ഞതുപോലെ കൗണ്ടർ നിറച്ചൊരു ഗംഭീര സ്കിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തൊരു ഗംഭീര സ്കിറ്റുമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 3 കലാകാരന്മാരാണ് വരാൻ പോകുന്നത്. നല്ലൊരു കൈഡി കൊടുത്ത വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം മനു കുമ്പാരി, മനു ചേട്ടൻ, രജു ചേട്ടൻ ആൻഡ് ശ്യാം ചേട്ടൻ. വേറെ ചേടാ, ഒരു കല്യാണപ്രായ ചെറുക്കൻ കിടന്ന് ഉറക്കം കണ്ട. എടാ പോത്തച്ചാ, ഞാൻ ഒരു കാര്യം പറയാം. പോത്തച്ച മാത്രം എന്നെ വിളിക്കരുത്. അതിനാടാ എനിക്ക് നല്ലൊരു പേര് പള്ളിയിൽ ഇട്ടിട്ടുണ്ടല്ലോ. എന്താ പേര്? എബ്രിൻ ഡിക്രൂസ്. ആ ബെസ്റ്റ്. പല്ലില്ലാത്ത പട്ടിയുടെ വായി വെപ്പുവല്ല് വെച്ചിട്ട് പറയുന്ന പോലെ ഇരിക്കും ഞാനിത് പറയുമ്പോ. അതുകൊണ്ട് ഞാൻ നിന്നെ പോത്തച്ചാതെ വിളിക്കത്തുള്ളൂ. 42 വയസ്സ്. എന്റെ കല്യാണക്കാര്യം എന്താ അപ്പച്ചനടുത്ത് പറയാത്ത കാര്യം എന്തോ? എടാ, നിന്റെ കല്യാണം കഴിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ സോഫ മാറി നീ കമന്ന് കിടക്കുന്നത്. എന്തെങ്കിലും നീ കഴിക്കണം. എന്തിനാ ഈ നിരാഹാരം കിടക്കുന്ന? എനിക്ക് വേണ്ട, ഞാൻ നേരെ നിരാഹാരം കിടക്കുന്നേ. എന്റെ പൊന്നു പോലെ ഒന്നും വേണ്ട, കൊണ്ടുപോ. നീ എന്തെങ്കിലും കഴിക്കടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ, എന്തെങ്കിലും കുടിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും കഴിക്കടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ, എന്തെങ്കിലും കുടിക്കണേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും കുടിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും കഴിക്ക്. എന്തെങ്കിലും കഴിക്കുന്ന എന്നോട് പറഞ്ഞത് നിങ്ങളാണോ കഴിക്കണത്? ഇതിനോട് ആര് പറഞ്ഞു? എടാ, ഞാൻ എന്റെ മനസ്സിനോട് തന്നെ പ്രോത്സാഹനം കൊടുക്കുവാണ്. കഴിക്ക്, കുടിക്ക്, കഴിക്ക, കുടിക്ക്. അയ്യോ, നിങ്ങൾ മനസ്സാക്ഷി ഉണ്ടാവാമ. എന്താടാ എന്റെ കല്യാണക്കാര്യം ഒന്നും പറയാത്ത എന്റെ അപ്പച്ചന്റെ അടുത്ത്? എടാ, നിന്റെ അപ്പച്ചന്റെ അടുത്ത് കല്യാണക്കാര്യം പറയാൻ ചെയ്യുന്നത് ഈ കുത്താൻ വരുന്ന പോത്തിനെ മൂക്ക് കയറിടുന്നത് തുല്യവാ. വല്ലതും മനസ്സിലായാ? മനസ്സിലായി. എന്താ? എന്റെ അപ്പച്ചന് മൂക്കേറിടുന്നല്ലേ പറഞ്ഞത്? ആ ചെല്ല്, അങ്ങോട്ട് ചെന്ന് കൊടുക്ക്. എടാ, സ്ഫടികത്തിലെ തിലേനാങ്ങേറി ചെന്ന് കൊടുക്ക്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ എന്ത് നിന്റെ അച്ഛനെ പേടിക്കുന്നത്? വല്ല പെണ്ണിനെ പ്രണയിച്ചങ്ങ് കല്യാണം കഴിച്ചാ പോരെ? അയ്യോ, ഞാൻ സുന്ദരിയായ ഒരു പെണ്ണിനെ പ്രണയിച്ചെന്ന്. ഓറഞ്ച് പോലത്തെ കവിള്, കാശ്മീർ ആപ്പിൾ പോലത്തെ മൂക്ക്, മുന്തിരി പോലത്തെ കണ്ണുകൾ, ഒരു പെണ്ണായിരുന്നു. അപ്പൊ നീ പ്രണയിച്ച പെണ്ണിനെ അല്ല, പിന്നെ ഫ്രൂട്ട് സലാഡിനെ. ജോലിയില്ലാത്ത ആരെങ്കിലും പെണ്ണ് പ്രേമിക്കുവാടാ? ഞാനിത് അവിടെ പറഞ്ഞായിരുന്നു. എന്ത്? ഞാൻ പറഞ്ഞേടി, എവിടെയെങ്കിലും പോയി നല്ലോണം പഠിച്ചിട്ട് നല്ല ജോലി വാങ്ങിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചിറക്കായി. അപ്പൊ തന്നെ ഇറങ്ങി പോകുന്നു പറഞ്ഞു. ബെസ്റ്റ്. അല്ല, നീ എന്തോ നിരാഹാരം എന്തോ സംഭവം പറഞ്ഞിട്ട്? ഞാൻ നിരാഹാരം കിടക്കുക. എന്റെ കല്യാണ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഇല്ലാതെ ഞാൻ ഒരു വക ഈ വീടിന് കഴിക്കൂല. ഇല്ലെങ്കിൽ ഈ മീശ വെച്ചാണ് എനിക്കും വാശിയുണ്ട്. നടക്കട്ടെ. ബെസ്റ്റ്. അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി. ഞാൻ ചെറുക്കൻ്റെ ഒരു കാര്യം പറയാത്ത കല്യാണ കാര്യം കല്യാണം. ആദ്യം കുക്കറിന്റെ വിസിലടി ഒന്ന് നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അപ്പച്ചാ, നീ വല്ലോ കഴിച്ചാടാ? ഇല്ല, കഴിച്ചില്ല. കുടിക്കടാ, കഴിക്കടാ, എടുത്ത് കഴിക്കാൻ. നിന്റെ മീശ എവിടെ പോയടാ? ഇപ്പം വയറ്റിനകത്ത് ഉള്ളിലോട്ട് പോയാ? എടാ, നട്ടല് വേണോടാ, നട്ടല്. ഇങ്ങനെ നടക്കുന്നത്. എരുമയെല്ലാം കെട്ടിയായിരുന്നോ? കെട്ടിയായിരുന്നു. അത് നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും കൊടുത്തായിരുന്നോ?
കറന്നു വെച്ചിരുന്ന പാലെല്ലാം കൂടെ കൊണ്ട് കൊടുത്തായിരുന്നോ? കൊടുത്തില്ല അപ്പച്ച, എന്തോന്ന്? കൊടുത്തില്ല. കൊടുത്തില്ലേ? സോഫയെ പിടിയടാ പോയി. സോഫയെ പിടിയടാ. സോഫയെ പിടിയടാ. എടാ നിന്നോടാ പറഞ്ഞ സോഫയെ പിടിക്കടാ സോഫയെ. ആ. അല്ല ഈ ചെറുക്കനെ തല്ലിയിട്ട് നിങ്ങൾ എന്തിനാ കിടന്ന് കരയുന്നേ? മക്കളോട് സ്നേഹന്മാരുള്ള അപ്പന്മാർക്ക് അങ്ങനെയാണ്. അവരെ തല്ലി അവർക്ക് തോന്നാലും നോവുന്നത് മൊത്തം അപ്പനായിരിക്കും. അതുകൊണ്ടാണ് മാമൻ എന്തിനാ പറയണ്ട? മാമൻ എടാ അത് ശരി. നീ ഇവിടെ വന്നല്ലേ? കുറെ നാളായല്ലേ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ എന്ന് പറയുമ്പോ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പരിസരത്തൊക്കെ നിൽക്കാൻ നീയാണടാ പോച്ചപ്പുല്ലാണ്. അതല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന് പറയുവായിരുന്നു. തന്നെ കുറെ നാളായില്ലേ നീ എന്റെ കണ്ടിട്ട്? അതെ. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു എന്റെ മുഖത്ത് എന്തോ പ്രസരിപ്പ് കുഴപ്പമുണ്ട്. ഇപ്പൊ എന്റെ മുഖം കണ്ടിട്ട് നിനക്ക് എന്തോ തോന്നുന്നു? ഇപ്പൊ കണ്ടിട്ട് ഈ തണ്ണിമത്തരി പടം വരച്ച പോലെ ഉണ്ട്. നിന്റെ പേരെന്തോന്നാന്ന് പറഞ്ഞത്? അയ്പ്. നീ വെറും അയ്പല്ല, ഉടായിപ്പ്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഈ വീട്ടിനകത്തോട്ട് തന്നെ കേട്ടായിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ് പറ? അല്ല നമ്മുടെ ചെറുക്കന്റെ കാര്യം അവനെ 40-42 വയസ്സായില്ലേ, അവന്റെ കല്യാണ കാര്യം. എടാ നിങ്ങൾ പറയും, മനസ്സിലായ? എന്താണ് ഞാൻ എന്റെ ചെറുക്കനെ തല്ലുന്നതിൽ വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും. പക്ഷെ വേറൊരു കാര്യം, എന്റെ ഈ ഇരിക്കുന്ന അന്നാമ്മ ഉണ്ടല്ലോ, ഈ അന്നാമ്മ മരിച്ചതിന് ശേഷം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഇവനെ ഇത് പോയത്. മനസ്സിലായ? അന്ന് തൊട്ട് ഇവന് ഞാനും അവന് ഞാനും അങ്ങനെയാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്. അല്ലേടാ? അല്ലേ? നിനക്ക് സങ്കടമായല്ലേ? സത്യം പറയാലോ എന്റെ അന്നാമ്മ, നീ പോയതിനു ശേഷം ഞാൻ നിന്റെ മോനെ പൊന്നുപോലെ അല്ലേടി നോക്കിയത്. എന്നിട്ട് ഇപ്പൊ എന്താണ് പറയണത്? എനിക്ക് സങ്കടമില്ലെന്ന്. എനിക്ക് സങ്കടമുണ്ട്. മക്കളെ നീ വാടാ, നീ വാടാ. അപ്പച്ചനാ വിളിക്കുന്നത്. നീ വന്നേ. അപ്പച്ചന്റെ പടിയിലോട്ട് കയറിയിടാ. അപ്പച്ച ആൾക്കാരെ അപ്പച്ചന്റെ പടിയിലോട്ട് കയറിയിടാ. നിന്നോട് പറഞ്ഞ അപ്പച്ചന്റെ മടിയിലോട്ട് കയറിയിടാ. പടിയിലിരി. എങ്ങനെ ഇരിക്കാം? അപ്പച്ചന്റെ തുഞ്ചുരുവാവാരാണ്. കഴിക്ക് പാപ്പം. അപ്പച്ചന്റെ ചക്കര മോനാരാണ്. കഴിക്ക് പാപ്പം. ഇരിപ്പിരിപ്പിണങ്ങോ? അപ്പച്ചൻ അടിച്ചത് കുഞ്ഞിന് നൊന്തോ? ചുച്ചുരിച്ചു. അപ്പച്ചന് പൊന്നാരി. കഴിച്ചോളൂ. നീ ഇതും കൂടെ കഴിച്ചോ. പിണക്കൊക്കെ മാറിയില്ലേ? അപ്പച്ചൻ ചുമ്മാ തല്ലിയതാ കേട്ടോ. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവതച്ചായ അവനെ തല്ലിയത് ശരിയായില്ല. അതെനിക്കും തോന്നിയായിരുന്നു. അത് നീ പറയണായിരുന്നു. അല്ല അവനെ തല്ലിയത് കറക്റ്റാ. അങ്ങനെ തന്നെ വേണം. അതാണ് പറഞ്ഞത്. എനിക്കറിയാലോ എന്റെ കൊച്ചിനെ എങ്ങനെയാണ് വളർത്തേണ്ടതുള്ളത്. നിന്റെ കാര്യം എന്താ എന്റെ അവതച്ചായ എന്നാലും ഒരു 40-42 വയസ്സൊക്കെ ആയില്ലേ അവനെ. അവൻ കെട്ടിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഇല്ലേ? അവന് വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ താത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കല്യാണം കഴിപ്പിക്കാനോ? നീ എന്തോ വർത്താനാണോ ഈ പറയുന്നത്? ഇത്തിരി ഇല്ലാത്ത എന്നീ ചെറുക്കനെ കല്യാണം കഴിപ്പിക്കാനാ? എടാ നിങ്ങൾക്കായിരിക്കും ഇവന് 42 വയസ്സ്. എനിക്ക് ഇപ്പോഴും എന്റെ കുഞ്ഞുവാവയാ. പായ കിടന്നാ കിടന്നു മുള്ളുന്നവനാണ്. അവനെ ഞാൻ കല്യാണം കഴിപ്പിക്കാനാ? എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവനാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ചെറുക്കനാണ്. എനിക്ക് വെരിക്കോസ്. അങ്ങനെയാണ് ആ കോഴ്സിനെ പഠിപ്പിക്കാത്തത്. ഏത് കോഴ്സ്? വെരിക്കോസ്. ഈ വെരിക്കോസിനെ ഞാൻ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണോടാ? അവനെ കെട്ടിക്കണ്ട. അതാണ് നല്ലത്. എന്റെ മക്കളൊക്കെ വലിയ നല്ല നിലയിലാ. അതാ ഞാൻ പറഞ്ഞത്. നിന്റെ മക്കൾ സത്യമാണ് കേട്ടോ. എന്റെ മക്കളെന്ന് പറഞ്ഞ നല്ല നിലയിലാണ്. മൂത്തവള് പ്രിയദർശിനിയും രണ്ടാമത്തവൻ തൂഫാനും. അതെങ്ങനെ അറിയത്തില്ലേ? മൂത്തവള് രാവിലെ പ്രിയദർശിനി ബസ്സിൽ കയറി ജോലിക്ക് പോകും. രണ്ടാമത്തെ ചേർക്ക കഞ്ചാവും കൊണ്ട് നടന്നിട്ട് പോലീസുകാർ തൂഫാൻ എന്ന് പറഞ്ഞ് ജീപ്പിനകത്ത് പിടിച്ചിട്ട് പോയി. അവരാണ് ഇവിടെ ഒന്ന് കുടവയത്. ചെറുക്ക ഇവരെങ്ങനെ പലതും പറയും കേട്ടല്ലോ. അപ്പച്ചൻ പോയിട്ട് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടല്ലോ. മര്യാദക്കോട് നിന്നോണം. ആരാകോട്ട് എന്തൊരു തന്തയാണോ നിന്റെ തന്ത? അയ്യേ ലോകത്തിൽ നിനക്ക് മാത്രം ഇങ്ങനത്തെ ഒരു തന്തയുള്ളൂ. എന്റെ കല്യാണം കാര്യം പറയാം. അയ്യോ എനിക്ക് ഉപദേശിക്കാതെ പറ്റത്തില്ല. എടാ നാണമില്ലേടാ നിനക്ക്? സ്നേഹിച്ച പെണ്ണിനെ അങ്ങ് വിളിച്ചോണ്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണിനെ. അടിക്കൂല എന്നെ. എടാ ഞാൻ 20ാമത്തെ വയസ്സിലല്ലേ ഞാൻ പെണ്ണ് കെട്ടിയത്. എങ്ങനെ കെട്ടി? പിന്നെ ഇപ്പോഴും എനിക്ക് കിട്ടും. പക്ഷെ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചോണ്ടിരിക്കണം. എടാ നമ്മൾ ഇച്ചിരി പൗരുഷം കാണിക്കണം. ധൈര്യം കാണിക്കണം. പിന്നെ അങ്ങനൊക്കെ കെട്ടാൻ പറ്റത്തുള്ളൂ. അച്ഛന്റെ അപ്പച്ചന്റെ മുന്നേ ഇങ്ങനെ പേടിച്ച് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കുമെങ്കിൽ ഞാൻ പറയും. വേറൊരു കാര്യമുണ്ട്. വീട്ടിൽ ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് പറയരുത്. എന്റെ പിന്നിലല്ലോ എന്റെ മുമ്പിലല്ലേ മാമ നിൽക്കേണ്ട. വേസ്റ്റ് നീ പെണ്ണ് കെട്ടാതിരിക്കുന്നതിനാണ്. എടാ ധൈര്യം കാണിക്കണം. ഞാൻ അപ്പച്ചന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചെന്ന് പറയണം. എനിക്ക് പെണ്ണ് കെട്ടണം. എനിക്ക് പെണ്ണ് കെട്ടണം. എനിക്ക് പെണ്ണ് കെട്ടണം. ഓക്കെ അന്ന് പറയല്ല. ഇതുവരെ പോയില്ലേ? മക്കളെ എന്തെങ്കിലും കഴിച്ചായിരുന്ന എന്തെങ്കിലും കൂടെ എടുത്ത് കഴിക്കണം. മാമച്ചിക്ക് എന്തിനാ പറയണ്ട? എന്താണ്? അല്ല ചെറുക്കൻ അവൻ എന്തോ പറയാനുണ്ടെന്ന്.
മാമനാണ് പറയാൻ എന്തെന്ന് പറഞ്ഞ അപ്പച്ചൻ കാര്യം പറയണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ചെറുക്കനെന്തോ പറയാനുണ്ടെന്ന് അവര് മാമനാണ് പറയണ്ടെന്ന് പറഞ്ഞു. അല്ല നമ്മുടെ ചെറുക്കനാണ്, അവനാണെന്തോ കാര്യം അത്യാവശ്യം പറയാനുണ്ടോ. മാമൻ വേറെ എന്തോ കാര്യം അവനാണെന്തോ പറയാനുണ്ടോ. മാമനാണ് പറഞ്ഞത്. ഞാനെന്താണ് നിന്നൊക്കെ ചുറ്റിന് കിടന്ന് കിടക്കാനായിട്ട് വാറ്റിപ്പിച്ചേനാ? എന്തോടാ പറയാനുണ്ടോ? തുറന്നു പറയണ. ചെറുക്കനെന്തോ പറയാനുണ്ടെന്ന്. എന്താ പറയാനുണ്ടെന്ന്? മാമൻ കല്യാണ കാര്യം പറഞ്ഞ മറ്റേ കല്യാണ കാര്യത്തിന്റെ കാര്യം. അതെ, എന്റെ അഭിപ്രായമല്ല, അവന്റെ ആഗ്രഹമാണ്. അവനെ ഇനി പിടിച്ചു നിർത്തണ്ട. അവനോടൊപ്പം ഇരിക്കാൻ പറ. ഞാൻ ആരെങ്കിലും പറഞ്ഞാ പിടിച്ചു തീർക്കാനായിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്രാമത്തെ വയസ്സിലാ പെണ്ണ് കിട്ടിയ? 21 വയസ്സ് 1 മാസം. സർക്കാരിന്റെ കണക്ക് തികയാൻ കാത്തിരുന്നു. അതേപോലെ ഈ ചെറുക്കനെ കാത്തിരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്ത് പ്രായമുണ്ടെന്ന് നോക്ക്. അവനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അവനെ കല്യാണം കഴിപ്പിച്ച് അയക്കണം. നിനക്ക് കല്യാണം കഴിക്കണോടാ? കഴിക്കണോ എന്റെ മോൻ? അയ്യോ എടാ, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അപ്പച്ചനോട് എപ്പോഴേ തുറന്ന് പറയണേടാ. നിനക്ക് കല്യാണം കഴിക്കണോടാ? അയ്യോ, നിനക്ക് കല്യാണം കഴിക്കണോടാ? എന്താ വലിയ കോമഡിയാണോ പറയുന്നത്? നിനക്ക് കല്യാണം കഴിക്കണം. നിനക്ക് അവരെ കല്യാണം കഴിപ്പിക്കണാടാ? ആരാടാ? ഏതവനാടാ ഈ തിരിയില്ലാത്ത എന്റെ പയ്യന്റെ മേത്തോട്ട് ഈ കല്യാണം എന്ന് പറയുന്ന ആഗ്രഹം? ഏതവനാടാ? വേറൊരു ആള്, വേറൊരു മാമൻ. വേറെ ഏത് മാമൻ? വേറെ മാമൻ. എടാ, എന്റെ ചെറുക്കനെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞോണ്ട് ആരെങ്കിലും ഈ വീടിന്റെ മുറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ പെടല് ഞാൻ ഇവിടെ നിർത്തിടും. കേട്ടില്ല? എന്റെ ചെറുക്കനെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ വീട്ടില് അവനും ഞാനും മാത്രം മതി. കേട്ടടാ? നിങ്ങളൊരു തന്തയാണോ? തന്തേ ഇല്ലല്ലേ? ചുമ്മാ ഇങ്ങനെ ഈ ഒരു വീട്ടിൽ കെട്ടിപ്പൂട്ടിയിടുക എന്ന് പറയുന്ന കുഞ്ഞു പിള്ളേരെ പോലെ ബിസ്ക്കറ്റ് കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു. നാണമില്ലേ? ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവരണം അവന് ആഗ്രഹമില്ലേ? ഇതെന്തോ തന്തയത്? അല്ല പറഞ്ഞു പോകത്തില്ലേ ഇത്? നിനക്ക് കല്യാണം കഴിക്കണോടാ? കഴിക്കണം അപ്പച്ചൻ. എത്ര വയസ്സായി നിനക്ക് ഇപ്പൊ? 42. പക്കത ഉണ്ടാടാ നിനക്ക് കല്യാണം കഴിക്കാൻ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ സമ്മതിക്കാൻ പോവാ. നിങ്ങൾ ഇത്രയും പറഞ്ഞതിരിക്കും ഈ 42 വയസ്സായി ചെറുക്കന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഇവന്റെ കല്യാണം ഞാൻ നടത്തി തരാം. എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം. 42 വയസ്സായ പക്വതയുള്ളവനെ ഇവന് കെട്ടിച്ചു കൊടുക്കണ. ഒന്നുകൂടെ ഞാൻ ചോദിക്കുവാൻ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു ഇവന് കല്യാണം കഴിക്കാനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല. ചെറുക്ക, ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയുവാൻ, നിന്റെ കല്യാണം നടത്തി തരാം. പക്ഷെ എനിക്ക് ചെറിയൊരു ഡിമാൻഡ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? നീ ഒരു പെണ്ണിനെ ഇവിടെ കെട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ 40 എരുമകളാണുള്ളത്. ഈ 40 എരുമകളെയും രാവിലെ 3:30 എഴുന്നേറ്റ് അവള് തന്നെ കുളിപ്പിച്ച് അവള് തന്നെ കറന്നിട്ട് പാല് കൊണ്ട് സൊസൈറ്റി കൊടുക്കണം. രണ്ടാമത് നമുക്ക് 500 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. അതിൽ 100 ഏക്കറെങ്കിലും അവൾ ഒറ്റയ്ക്ക് തന്നെ ചെന്ന് വെട്ടി അവള് തന്നെ ഇവിടെ ഒന്ന് ചീറ്റടിച്ച് വെക്കണം. പിന്നല്ലാതെ നമ്മുടെ ഈ ബംഗ്ലാവത്തോ തൂത്ത് തുടച്ചിടണം. നിനക്ക് എനിക്കുള്ള ആഹാരം ഉണ്ടാക്കി തരണം. നമ്മുടെ രണ്ടുപേരുടെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിലല്ല, അവള് തന്നെ അലക്കിയിട്ട് അവള് തന്നെ തേച്ച് മടക്കി നമ്മുടെ രണ്ടുപേരുടെ റൂമിൽ കൊണ്ടുവെക്കണം. സമ്മതമാണോ നിനക്ക്? എനിക്ക് കല്യാണം വേണ്ട അപ്പച്ച. കല്യാണം വേണ്ട. അതെന്താണോ നിനക്ക് ഇപ്പൊ കല്യാണം വേണ്ടാത്തത്? അല്ല, അപ്പച്ചന് വേണ്ടത് മരുമോളെയല്ല, ഇല്ലേ, ഒരു വേലക്കാരിയാണ് വേണ്ടത്. എനിക്ക് കല്യാണം വേണ്ട മാമ. മണ്ടത്തരം പറയണം, മണ്ടത്തരം പറയാൻ സമ്മതിക്കുന്നേ. എന്റെ പൊന്നു മാമ, ഞാനാ പെട്ട്. എന്തിനാണ് ഒരു പാവപ്പെട്ട പെണ്ണെ കൂടെ ഇവിടെ കൊണ്ടൊന്ന് പെടുത്തിക്കുന്നത്? ഇനി മെച്യൂരിറ്റി ഇല്ലെന്ന്. ഞാനാണേ ഉണ്ടല്ലോ മണിച്ചേട്ടനെ അവിടെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതേ ഇല്ല ഇത് ആരാ എന്നോർത്ത് ഞാൻ. എന്തായാലും സ്കിറ്റിന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഷാജ് ചേട്ടാ, ആക്ച്വലി ഒരു ഉഗ്രൻ സീൻ, ഗംഭീരമായിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്ത പോലെ ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ. 3 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. താടി നന്നായി ചേരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഹ്യൂമറാണ് കൂടുതൽ വേണ്ടത്, അതിൻ്റെ കുറവ് എനിക്ക് തോന്നി. അല്ലാതെ ടോട്ടൽ പെർഫോമൻസ് ആയിട്ട് ഉഗ്രനായിരുന്നു. ഗുഡ്, താങ്ക് യു. താങ്ക് യു ചേട്ടാ. നസീറിക്ക? അല്ല, സത്യം പറഞ്ഞാലും മനുവിൻ്റെ ആ ഒരു റേഞ്ചിലുള്ള കളിയിൽ നമുക്ക് ബോറിങ് ഫീൽ ചെയ്തില്ല. ചിരിക്കാനുള്ള കൗണ്ടറുകൾ കുറവായിരുന്നു. ആ ടോയുടെ ഒരു സാധനം കാണിച്ചില്ലേ ശ്യാം, എനിക്ക് കല്യാണം എന്നുള്ളത്, ആ ഒരു സാധനം നല്ലവണ്ണം ചിരിക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ സീക്വൻസുകൾ കൊണ്ടൊക്കെ ആഡ് ചെയ്തിരുന്ന ഈ സംഭവം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയനെ. കാര്യം മോനെ കല്യാണം കഴിപ്പിക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരച്ഛൻ, അതിനെ ഉപദേശിക്കാൻ വരുന്ന അമ്മാവിന് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയേനെ. പക്ഷേ കൗണ്ടറുകളുടെ ഒരു ക്ഷാമം അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളാ ഉള്ളത് നല്ല വൃത്തിക്ക് നല്ല സ്ഫുടമായിട്ടും തെറ്റിക്കാതെ നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും കളിച്ചു. ആ കൂടത്തിൽ ശകലവും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കോമഡികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ കൗണ്ടറുകൾ തീരെ കുറവായിരുന്നു, ക്ഷാമമായിരുന്നു, നല്ലവണ്ണം ക്ഷാമം ഉണ്ടായിരുന്നു.
2 3 എണ്ണമൊക്കെ വിരലിൽ എണ്ണാവുന്ന രീതിയിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ബോറിങ് ഫീൽ ചെയ്തില്ല എന്നുള്ള ഒരു കാര്യം തുറന്നു പറയണം. അത്ര മനോഹരമായിട്ട് നിങ്ങളത് കളിച്ചു. ഓക്കെ, നമുക്കിതല്ല, അതിൻ്റെ അപ്പുറത്തേക്കാണ് വേണ്ടത്. അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. അത് വേണം നമുക്ക്, അതാണ് ആവശ്യം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. മനു, ശ്യാം, റജുമോൻ ഈ പറഞ്ഞ പോലെ തന്നെ മനുവിൻ്റെ എൻട്രിയൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. മനുവിൻ്റെ ക്യാരക്ടറിന് ഒരു ഉഗ്രം കൈയുടെ കാര്യം, നല്ല രസമുള്ള ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്തു. ഏറ്റവും കൂടുതൽ നമുക്ക് ചിരി വന്നത് ശ്യാമിൻ്റെ ടോയ് പരിപാടിയില്ലേ, ഞാൻ പിടി വിട്ടുപോയി. ശ്യാമ കാര്യം അത് അസല് പരിപാടിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്തൊന്ന് കോർത്തിണക്കിയിരുന്നെങ്കിൽ, ഇപ്പം ആദ്യത്തെ വിഷമമൊക്കെ നസീർക്ക പറഞ്ഞ പോലെ നല്ല ഫീലായിരുന്നു. ശ്യാമ സെറ്റൊക്കെ കിടക്കുന്നതും, അത് കഴിഞ്ഞിട്ട് റജുമാൻ ഇത് പറഞ്ഞ പോലെ ശ്യാമിനെ കല്യാണം കഴിപ്പിക്കുന്ന റെക്കമെൻഡ് ചെയ്യാനായിട്ട് വരുന്നു. പിന്നെ മനുവിൻ്റെ മനു എൻട്രി ചെയ്തതിന് ശേഷം മനു എങ്ങനെയാണ് മകനെ സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നമ്മൾ നല്ല പ്ലേ ആയിരുന്നു, നിങ്ങൾ അസലായിട്ട് ചെയ്തു. കുറച്ച് ഹ്യൂമറോടെ ഒന്ന് വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ സാധനം നല്ല ലെവലായിട്ട് നിന്ന്. കാര്യം നിങ്ങളുടെ പ്ലേ കുഴപ്പത്തിൻ്റെ അല്ല, ഹ്യൂമർ വളരെ കുറവായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും കളിയുടെ മീറ്റർ കറക്റ്റ് ആയിരുന്നു, ക്യാരക്ടറുകൾ രസമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്തതിൽ പിടിക്കണം. എനിക്ക് റജുമോൻ ഇവരുടെ കോമ്പിനേഷൻ ആദ്യമായിട്ട് നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുമ്പോട്ട് നന്നായിട്ട് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ, അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം സ്കിറ്റിന്? ഞാൻ ഒരു 5000 രൂപ. 5000. ഓക്കെ. ഷാജു ചേട്ടാ? ഞാനൊരു 5000. ഇക്കയാണ് ഹൈഡ് ചെയ്തിട്ടുള്ളത്. ഇക്ക പ്ലീസ് റിവീൽ. ഞാനിതാ 30,000. ഓക്കെ, 30,000 രൂപയാണ് അപ്പോൾ സ്കിറ്റ് നേടിയിട്ടുള്ളത്. എന്തായാലും അടുത്ത തവണ വരുമ്പോഴത്തേക്കും നല്ല ഗംഭീര കൗണ്ടേഴ്സ് ഒക്കെ നിറച്ചിട്ട് നമ്മൾ പഞ്ചടിക്കും. ഓക്കെ ചേട്ടന്മാരെ, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എല്ലാവരും ഒരുപാട് ചിരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യക്കാർ ഒരു കാര്യമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും നിങ്ങളെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാൻ വരുന്നതായിരിക്കും. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. Is item very. Bye bye. Flowers Comedy, ഇത് ഐറ്റം വേറെ.